ഇതൊരു പുതിയ ചാപ്റ്ററാണ്. അധ്യായ് 14 എന്ന് പറയുന്ന ചാപ്റ്റർ 14 പേജ് നമ്പർ 79 വരും. വിജ്ഞാൻ और पर्यावरण സംരക്ഷണ ആന്തോളൻ എന്നുള്ളതാണ്. അതായത് സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. ഈ ചാപ്റ്ററിൽ കൂടുതലും സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് കേരളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ശാസ്ത്ര കേരളം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ സയൻസ് എന്ന് പറയുന്നത് വിജ്ഞാനിയാണ് കേട്ടോ. വിജ്ഞാനം എന്നാണ് സയൻസിന്റെ ഹിന്ദി. അതുപോലെ തന്നെ വൈജ്ഞാനിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് എന്നുള്ള മീനിങ് വരും. ഈ ശാസ്ത്ര കേരളം എന്ന് പറയുന്നത് ഒരു പഹലാണ്. പഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യേറ്റീവ് കേട്ടോ, സംരംഭം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യുന്നില്ല, മെയിൻ പോയിന്റ്സ് കണ്ടന്റ് ആണ് നോക്കി പോകുന്നത്, അത് നോട്ട് ചെയ്യാം. राज्य के युवाओं में वैज्ञानिक सोच और नवाचार को प्रोत्साहित करने हेतु शास्त्र केरളം एक महत्वपूर्ण पहल है. അപ്പൊ ഇതാണ് ശാസ്ത്ര കേരളം എന്താണെന്നുള്ള പോയിന്റ്. അതായത് നമ്മുടെ സ്റ്റേറ്റിലുള്ള യുവാക്കൾക്കിടയിൽ ഒരു സയന്റിഫിക് ടെമ്പർ, ഇന്നോവേഷൻ അതൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമാണ് ശാസ്ത്ര കേരളം എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സയന്റിഫിക് എഡ്യൂക്കേഷനെ പോപ്പുലറൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ സയന്റിഫിക് കോൺഷ്യസ്നെസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക. അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇനി പറയുന്നത് ശാസ്ത്ര കേരളം കേരള രാജ്യ സർക്കാർക്ക് ഏക വിജ്ഞാൻ പ്രചാര യോജന ഹെ. അതായത് ഈ ശാസ്ത്ര കേരളം എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു സയൻസ് പ്രൊമോഷൻ സ്കീമാണ്. അത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള എൻവയോൺമെന്റിന്റെ അണ്ടറിലാണ്, അതായത് KSCSTCയുടെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഇതിൽ വേറെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഉദ്ദേശമായിട്ട് പറയുന്നത് छात्रों और आम जनता में വിജ്ഞാൻ और तकनीकी के प्रति रुचि और समझ विकसित करना. അതായത് ഇതിന്റെ മറ്റൊരു ഉദ്ദേശമായിട്ട് സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ കോമൺ പീപ്പിളിന്റെ ഇടയിലായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ്, രുചി എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റും അതുപോലെ തന്നെ സമക്ഷ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതിനെ വികസിപ്പിക്കുക എന്നുള്ളതും താക്കി സമാജമേ വൈജ്ഞാനിക് ദൃഷ്ടികോൺകോ ബഡാവ മിൽ സക്കെ. അതിലൂടെ എന്ത് സംഭവിക്കും, നമുക്ക് സയന്റിഫിക് ആറ്റിറ്റ്യൂഡിനെ സൊസൈറ്റിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഉദ്ദേശമായിട്ട് പറഞ്ഞത്. ഇനി പിന്നെ ഇതിന്റെ മേജർ ആക്ടിവിറ്റീസ്, അതായത് പ്രമുഖ ഗതിവിധിയാണ് ശാസ്ത്ര കേരളത്തിന്റെയാണ് കാര്യം പറയുന്നത്. അതിന്റെ പ്രമുഖ ഗതിവിധി ആക്ടിവിറ്റീസ് ആണ് പിന്നീട് പറയുന്നത്. ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് വരുന്നത് വിജ്ഞാൻ മേളോം കെ ആയോജൻ. അതായത് ഈ സയൻസ് ഫെയർസ് കണ്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ പറയുന്നത് സയൻസ് ഫെയറുകൾ ഉണ്ടാവാറില്ലേ, അത് രാജ്യ ജില്ല और स्कूल स्तर पर विज्ञान मेलों आयोजित कर छात्र अपने विज्ञान प्रोजेक्ट प्रस्तुत करता है. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്കറിയാം, ഈ എന്താ പറയുക, സ്റ്റേറ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ലെവലിലൊക്കെ സയൻസ് ഫെയർസ് കണ്ടക്ട് ചെയ്തിട്ട് സ്റ്റുഡൻസ് അവരുടെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് പ്രൊജക്ട്സ് ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ പ്രസന്റ് ചെയ്യും. അതാണ് അതിൽ പറഞ്ഞത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ് വിജ്ഞാൻ പരീക്ഷയും और क्विज प्रतियोगिताएं. അതായത് വിജ്ഞാൻ പരീക്ഷയും ക്വിസ് പ്രതിയോഗിതയും എന്ന് പറഞ്ഞാൽ സയൻസ് ടെസ്റ്റും അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻസും ആണ് പറയുന്നത്. വിജ്ഞാൻ ജ്ഞാൻ കോ ബഢാനെ ഹേതു പ്രശ്നോത്തരി പ്രതിയോഗിതയും ആയോജിത് കി ജാത്തി ഹെ. അതായത് സയൻസ് നോളജിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിസ് കോമ്പറ്റീഷൻസ് എല്ലാം ഓർഗനൈസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രദർശനിയ और കാര്യശാലയും. അതായത് എക്സിബിഷൻസും വർക്ക്ഷോപ്സും പോയിന്റ് അത് തന്നെയാണ്. സയൻസിനെ എന്ത് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാനും മറ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നു. പിന്നെ ഗ്രാം വിജ്ഞാൻ ക്ലബ്ബ് വില്ലേജ് സയൻസ് ക്ലബ്ബാണ്. അതായത് ഗ്രാമീയ വിജ്ഞാൻ ക്ലബ് ഖോൽക്കർ സ്ഥാനീയ സമുദായ को वैज्ञानिक सोच से जोड़ने का प्रयाസം. അതായത് നമ്മുടെ വില്ലേജസിലായിട്ടൊക്കെ ഇങ്ങനെയുള്ള സയൻസ് ക്ലബ്ബുകൾ തുറന്നിട്ട് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള, അതായത് ഈ വില്ലേജിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ, സയന്റിഫിക് തിങ്കിങ്ങിലേക്ക് അവരെയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത്. പിന്നെ അന്തർരാഷ്ട്രീയ വിജ്ഞാൻ ദിവസ് സമാരോഹ്, അതായത് ഇന്റർനാഷണൽ സയൻസ് ഡേ സെലിബ്രേഷൻ. വിജ്ഞാൻ के संबंधित महत्वपूर्ण दिनों पर जागरूकता कार्यक्रम आयोजित होते हैं. അപ്പം സയൻസ് അവയർനെസ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നതാണ്. ഇതുമായിട്ട് സയൻസ് റിലേറ്റഡ് ആയിട്ട് അവയർനെസ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നു. അതായത് ഇത് ഇങ്ങനെയുള്ള അന്തർരാഷ്ട്രീയ വിജ്ഞാൻ ദിവസ് സമാരോഹം ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഡേറ്റിൽ ഇത്തരത്തിൽ എന്ത് നടത്തുന്നു,
എന്താ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നത്, അത്ര ഇതിൽ പറയുന്നുള്ളൂ. പിന്നെ പ്രകാശൻ और അധ്യയൻ സാമഗ്രി, ഇത് പബ്ലിക്കേഷൻസ്, പ്രകാശൻ എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻസ് ആണ്, അതുപോലെ തന്നെ അധ്യയൻ സാമഗ്രി എന്ന് പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. बच्चों और युवाओं के लिए वैज्ञानिक पुस्तकें പത്രികായും और അധ്യയൻ സാമഗ്രി ഉപലബ്ധ കരായി ജാത്തി ഹെ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ ശാസ്ത്രീയപരമായിട്ടുള്ള ശാസ്ത്രീയ പുസ്തകങ്ങൾ, ഈ മാഗസിൻസ്, മാസികകൾ, അതുപോലെ തന്നെ ഈ പഠനോപകരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇത്രയും പോയിന്റ്സ് ആണ് ഇവര് നടത്തുന്ന ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതൊരു കൺക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് പറയുന്നതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ശാസ്ത്ര കേരളം എന്ന് പറയുന്നത് കേവലം നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇത് നമ്മൾ എന്താ ഭാവിയിലേക്ക് മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന നമ്മുടെ എന്താ ശാസ്ത്ര ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ട് മുൻകൂട്ടി കണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മുടെ ഭാരതത്തിന് തന്നെ ഇന്ത്യനെ ശാസ്ത്രീയമായിട്ട് എന്താ അതിന്റെ ഒരു അഭിവൃദ്ധി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. എന്താ സയന്റിഫിക്കലി നമ്മുടെ वैज्ञानिक दृष्टि से समृद्ध और आत्मनिर्भर बनाने में സഹായക് സിദ്ധ ഹോഗി. അതായത് നമ്മുടെ രാജ്യത്തിന് തന്നെ സയന്റിഫിക് ആയിട്ടുള്ള മേഖലകളിൽ ശാസ്ത്രീയപരമായിട്ടുള്ള അഭിവൃദ്ധി പ്രാപിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്വയം പര്യാപ്തമാക്കാനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് കാര്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താണ് ശാസ്ത്ര കേരളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ളതാണ് ആദ്യം ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റും അതും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.